ഓ ഗായ്സ്, അപ്പോൾ ഈ സ്റ്റെപ്പ് എന്നെ കൊണ്ട് കയറാൻ സാധിക്കുന്നില്ല കേട്ടോ. സൈഡിൽ ഇതുണ്ടല്ലോ, അതിൽ കൂടെ കയറിക്കൊണ്ടിരിക്കല. ഗായ്സ് അങ്ങനെ മേലെ എത്തിയിട്ടുണ്ട്. നല്ല കാറ്റാട്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ നമുക്കറിയില്ല. അങ്ങനെ മേലെ എത്തിയിട്ടുണ്ട്. ഇളനീർ ജ്യൂസ്, യെസ്, പൊളിസാണോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബാണാസുര സാഗർ ഡാമിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങോട്ടേക്ക് കയറിപ്പോണം. നല്ല വെയിലാട്ടോ, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം 11 മണിക്കാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡാമിൻ്റെ വിശേഷമായിട്ട് വീഡിയോയിൽ കാണാം അല്ലേ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഭയങ്കര സെക്യൂരിറ്റി കേട്ടോ. ടിക്കറ്റ് എടുക്കുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ വാനുണ്ട്, 1 കിലോമീറ്റർ നടക്കേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ നടക്കാൻ എന്തെന്ന് വെച്ചാൽ നമുക്ക് വാനൊന്നും വേണ്ട, നമുക്ക് നടന്നിങ്ങ് പോവാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നടന്നു പോകണം. നല്ല വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്, നല്ല ചൂടുണ്ട്. പക്ഷെ നടക്കാൻ തന്നെ തീരുമാനിച്ചോട്ട് നടന്നല്ലേ പറ്റും. കുറേ ദൂരങ്ങൾ പോകാനുണ്ട്. ഗൈസ്, അപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നല്ല വെയിലാട്ടോ, 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നടന്നിങ്ങ് പോവാം, അതാണ് നല്ല. അപ്പോൾ ഇതാ ഇവിടെ ഒരു വ്യൂ എല്ലാം ഉണ്ട്. ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകുന്ന സുഖം വേറൊന്നുമില്ല. നമുക്ക് അവിടെയാണ് പോകേണ്ടതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. മാസ്ക് ഇട്ട് നടക്കുന്ന കാര്യം ചിന്തിക്കുമ്പോഴാണ് കുഴപ്പമില്ല. അപ്പോൾ വേറെ കാര്യമൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പോകാൻ ഭയങ്കര സെക്യൂരിറ്റി ആട്ടോ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. അപ്പോൾ അതാണ് വീഡിയോ എടുക്കാൻ പറ്റിയതിന്. പിന്നെ കാര്യമായിട്ട് എന്തല്ലോ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കാണാം. അപ്പോൾ അങ്ങനെ ആ സ്റ്റെപ്പ് കയറി പോകണമെന്ന്, അവിടെ സ്റ്റെപ്പ് കയറി പോകണം, എന്നിട്ട് അതിലേക്ക് പോകണം. അങ്ങനെയാണെന്ന് തോന്നുന്നു. ജസ്റ്റ് തണലാണ്ട് നിന്നിട്ടല്ല, ദൂരം നടക്കാനുണ്ട്, ശരിക്കും ഒന്ന് ദൂരം നടക്കാനുണ്ട്. പക്ഷേങ്കിൽ കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അവിടത്തേക്ക് എത്തണം. ഇവിടുന്ന് നേരെ അവിടത്തേക്ക് എത്തണം. ഓ ഗൈസ്, അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പ് കണ്ടോ, ഈ സ്റ്റെപ്പ് എനിക്ക് കയറാനുണ്ട്. വലിയ സ്റ്റെപ്പ് കേട്ടോ, വലിയ സ്റ്റെപ്പ്. അങ്ങ് മേലെത്തണം. അപ്പോൾ നമുക്കിങ്ങനെ പതുക്കെ കയറി തുടങ്ങണം. എണ്ണാന്നും കഴിയില്ല കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നൊരു 10-50 സ്റ്റെപ്പ് എന്തായാലും ഉണ്ടോ. 10-50 വരാം, ഒരു 60-70 സ്റ്റെപ്പോളം ഉണ്ടോ തോന്നുന്നു. ഇങ്ങനെ കയറി പോവാം. അതും പോരാത്ത നല്ല വെയിലും. ഓ ഗായ്സ്, അപ്പോൾ ഈ സ്റ്റെപ്പ് എന്നെ കൊണ്ട് കയറാൻ സാധിക്കുന്നില്ല കേട്ടോ. സൈഡിൽ ഇതുണ്ടല്ലോ, അതിൽ കൂടെ കയറിക്കൊണ്ടിരിക്കല. ഏറ്റവും താഴേന്ന് കയറി വന്നേ. ഓക്കെ, അങ്ങനെ എൻഡിങ് പോയിന്റ് എത്താനായി. ഫിനിഷിങ് പോയിന്റിൽ എത്താനായി. ഇങ്ങനെ കയറി വരുത്താണ്. മാസ്ക് ഇട്ടിട്ടാണ് കയറുന്നത്. പോരാത്താൻ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. പിന്നെ അത്രേ ദൂരമുള്ളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ മേലെ എത്തിയിട്ടുണ്ട്. നല്ല കാറ്റാട്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ നമുക്കറിയില്ല. അങ്ങനെ മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം വ്യൂ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇത് നോക്കണം, ഇവിടെ പാറകളാണ്, അപ്പുറത്ത് വലിയ പുഴയും. മാസ്ക് ഇട്ടുകൊണ്ട് സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടോ നമുക്കറിയില്ല. എനിവേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ വ്യൂ. ഇപ്പോൾ ഇവിടെ റെസ്റ്റിംഗ് ഉണ്ട്, അപ്പോൾ അവിടെ പോയി റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നടന്ന് ഞാൻ പോക്കാണ്. നല്ല വെയിലാണ്. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതല്ല, നമ്മുടെ സിറ്റുവേഷൻ അങ്ങ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങ് കണ്ടോ ആ ഷെഡ് കണ്ടോ, ആ ഷെഡിൻ്റെ അവിടെ പോകണം. അവിടെ ഡാം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം, നടന്ന് പോവാം. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അതിൻ്റെ സൗണ്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോയിലും പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കാര്യമായിട്ട് സൗണ്ടില്ല. ഇനി സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്യുമ്പോൾ കൂടുതലാണ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എന്താ പറയുക, നല്ലൊരു യാത്ര തന്നെയായിരുന്നു. നല്ലൊരു എൻജോയ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡേ 2 ആണ് ഇന്ന്. ഇനി സ്ഥലങ്ങൾ പോകാനുണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് പോവാം. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പോവാം. കഥ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് കയറിയിട്ടോ വന്നേ. ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് വന്നേ. ഇനി നല്ല വെയിലാ. ഓക്കെ, നമുക്കിങ്ങനെ പതുക്കെ നടക്കാം. ഓക്കെ,
ഓ ഗായ്സ്, അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അവിടം വരെ പോകാനേ പാടുള്ളൂ, അതിൻ്റെ അപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വ്യൂ പോയിൻ്റ്. നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരാം എന്താണുള്ളതെന്ന്. ഇവിടെ കുടിക്കാന്നുള്ള ഷെയ്ക്ക് ഉണ്ടോ അതിനേര്? ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഇളനീര് ഷെയ്ക്കോ ജ്യൂസോ കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, നല്ല വെയിലത്ത് വന്നുകൊണ്ടുള്ള നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇളനീര് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച്. ഇളനീർ ജ്യൂസ്, യെസ്, പൊളിസാണോ? ഓ ഗൈസ്, അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് അവിടെ പാർക്കുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം നമുക്കൊന്ന് കാണാം. ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബോട്ടിങ് എങ്ങനെയാ, സ്പീഡ് ബോട്ടാണെന്ന് അവർ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നോക്കാം, സ്പീഡ് ബോട്ടാണോ 20 പേർക്ക് കയറാൻ പറ്റുന്ന ബോട്ടാണോ, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ കാഴ്ചകളിങ്ങനെ കണ്ട് പോവാം. നല്ല വ്യൂ ആ. അവിടെ കണ്ടോ ഒരു ദ്വീപ് പോലെ, അതാണതാ കണ്ടോ ബോട്ട് കണ്ടോ, അതാണ് സ്പീഡ് ബോട്ട്. നമുക്ക് നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ബോട്ടിങ്ങിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ കണ്ടോ ബോട്ട് കണ്ടോ, അത് 20 പേർക്ക് കയറാൻ പറ്റിയ ബോട്ട്. തൊട്ടപ്പുറത്ത് കാണുന്നതും 20 പേർക്ക് കയറാൻ പറ്റുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള സ്പീഡ് ബോട്ട്, അതിലാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 5 പേരുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഇതെല്ലാം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ബോട്ട് കയറുന്നത്. അപ്പോൾ നല്ലൊരു ശ്രദ്ധയോടെ പോവുകയാണ് ചെയ്യുന്നത്. അയ്യോ ചേട്ടാ, അവിടെ സ്ഥലം അവിടെ തിരുട്ടി.
ഓ ഗായ്സ്, അപ്പോൾ സൂപ്പർ എന്ന് പറയാം ബോട്ടിങ്. 15 മിനിറ്റാണ് ട്രാവലിംഗ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയിനി. എന്നാൽ അത്രക്കും റൊട്ടേറ്റിംഗ് ആയിരുന്നു ഇവരെ. സംഭവം പൊളിയാട്ടോ, സൂപ്പർ. അത്രേ പറയാനുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ കയറുന്നത്, അതിൻ്റെ പേടിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് മാറി കിട്ടിയെന്ന് പറയാം. ഓ ഗായ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇൻട്രോയിൽ ഞാൻ കാര്യം പറഞ്ഞിരുന്നു, ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ യാത്ര ഇനി ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോട്ടിങ് ഒരിക്കലും ഞാൻ മറക്കില്ല കേട്ടോ. ഈ ബോട്ടിങ് യാത്ര നല്ല സ്പീഡിൽ വിട്ട ബോട്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്ഥലം, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ആ ബോട്ടിങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആദ്യമായിട്ട് കയറിയതുകൊണ്ട് നല്ലോണം എൻജോയ് ചെയ്തു. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ യാത്ര ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എൻജോയ്മെൻറ്റ് തരുമെന്ന്. അതേപോലെ തന്നെ നടന്നു. ഇനിയും പോകാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.